ഈ പല്ല് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം, ഓൾറെഡി പല്ല് വന്നപ്പോൾ മാനസികമായിട്ട് പല്ലിനോടൊരു വൈരാഗ്യമുണ്ട്, ഒരു ഇഷ്ടക്കേടുണ്ട്, എൻ്റെ ഭംഗി കളഞ്ഞ ഒരു സാധനമാണ്. അപ്പോൾ ഈ പല്ല് സീൻ കഴിഞ്ഞാൽ എനിക്ക് പല്ല് ഞാൻ അപ്പം തന്നെ ഊരും, കട്ട് പറഞ്ഞാൽ അപ്പം തന്നെ ഊരും. പല്ല് വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഇടിയുടെ ഇടയ്ക്ക് ഈ പല്ല് ഇടയ്ക്കിടയ്ക്ക് തെറിച്ച് പോവും. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ പല്ലിൽ കടലാസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് പല്ലങ്ങ് സെറ്റാക്കി. പിന്നെ പതുക്കെ ഓരോ സീൻ എടുക്കും തോറും ഈ കഥാപാത്രത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ പല്ല് ഞാൻ മറന്നു എന്നുള്ളതാണ്. അതായത് സാധാരണ ഷോട്ട് കട്ട് പറഞ്ഞാൽ അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ ഊരുന്ന പല്ല് പിന്നെ ഞാൻ ഊണ് കഴിക്കാൻ നേരത്ത് പോലും ഊരാൻ മറന്നുപോയ ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആയി ഈ പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണവും ഒക്കെ നിന്ന് ഇത് ടൈറ്റും കൂടി ഇവിടെ എനിക്ക് മോണയിൽ കേട് വന്ന് ഇവിടെ നീരായി. ഒരു സീനിലത് കാണാനും കഴിയും, മനസ്സിലാവാനും കഴിയും. അത് കാരണം എനിക്കൊരു ക്ലോസ് നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് ഈ കൃഷ്ണനെയും ഗംഗയും സുരേന്ദ്രനാശാൻ തന്ന വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ നീ ഞങ്ങൾ മാറിക്കടാ, നീ ഓടിച്ച് കാണിക്കടാ കൃഷ്ണ, ഇതേ കണ്ടുപഠിക്കുക ആമ്പിള്ളേർ ചെയ്യണം. ആ സ്ഥലത്ത് എനിക്ക് നീരുണ്ട്. അത് ഇങ്ങനെ സംഭവിച്ച നീരാണ്, ഈ പല്ല് കാരണം വന്നതാണ്. ആ പല്ല് ഞാൻ ഇന്നും എൻ്റെ സ്റ്റേറ്റ് അവാർഡിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് അത്രയും ആ പല്ലിനോട് എന്തോ ഒരു ബന്ധം തോന്നി. അങ്ങനെ പല്ലുമായിട്ടൊക്കെ ചേർന്നു. ഈ പറഞ്ഞ കഥാപാത്രം എന്നിലേക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഓരോരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നടക്കുന്നു, ഓരോരോ ഇംപ്രവൈസേഷൻ നടക്കുന്നു. അതേപോലെ ഈ മാർക്കറ്റിലെ ഇടി, സൗബിനിക്കായിട്ടുള്ള ഇടി, അദ്ദേഹം ഇങ്ങനെ കറങ്ങിയിട്ടൊരു ചവിട്ടുണ്ട്. ആ ചവിട്ട് അത്യാവശ്യം എനിക്ക് നന്നായി തന്നെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എൻ്റെ ബ്രീത്ത് ചെറുതായിട്ടൊന്ന് കട്ടാവുന്ന ലെവലിൽ, അതെൻ്റെ ഒരു ടൈമിംഗ് മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ നിൽക്കേണ്ടടത്ത് നിന്നിരുന്നെങ്കിൽ അത് ഇങ്ങനെ വന്നിട്ട് പോയേനെ. അതിന് മുമ്പുള്ള റിഹേഴ്സലിലൊക്കെ സൗബിനിക്ക കറക്റ്റായിട്ട് തന്നെ ചെയ്ത് പോയതാണ്. അപ്പം ഞാൻ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് കയറുകയും അതെനിക്ക് കൃത്യമായി എൻ്റെ നെഞ്ചിലേക്ക് നല്ല വെയിറ്റോടെ തന്നെ അത് കിട്ടുകയും ചെയ്തു. ത്രാസിനടിക്കുന്നുണ്ട് ഈ ബാലൻ, ഈ കരാട്ടക്കാരനെ. ഈ ത്രാസിനടിക്കുമ്പോൾ എന്നോട് ആർട്ടിലെ കണ്ണമ്പായി വന്നിട്ട് പറഞ്ഞു, ത്രാസ് 2 ഉള്ളൂ, സൂക്ഷിക്കണം, ആവേശം കാണിക്കരുത്, തെറി കേൾപ്പിക്കരുതെന്ന് പറഞ്ഞു. ആദ്യത്തെ പിടിയിൽ തന്നെ ഫസ്റ്റ് ത്രാസിൻ്റെ പരിപാടി തീർന്നു. പിന്നെ ഒരു ത്രാസേ ഉള്ളൂ. അത് ആദ്യത്തെ ടേക്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നത്തെ വീശലിൽ ഈ സാധനം അതും പോയി. അപ്പോൾ ടേക്ക് ശരിയായിട്ടില്ല. അപ്പോൾ പിന്നെ ഒറിജിനൽ ചോദിച്ചു കണ്ണനോട്, എന്തായി ഡമ്മി ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ ഈ പറഞ്ഞ പോലെ അവിടെ ഇല്ല, സംഭവമില്ല. ഒരു കാര്യം അത് ഒറിജിനൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അത് ഈ സുബ്രായൻ മാസ്റ്റർ വന്ന് കുറേ തവണ, അപ്പോൾ ഒറിജിനൽ ചെയ്യുമ്പോൾ വെച്ചാൽ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് തിരക്കുള്ളൊരു ആർട്ടിസ്റ്റാണ്. തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യനാണല്ലോ, ഇത് ഒറിജിനൽ ത്രാസാണ്. അപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കരുത്, ഞാനൊരു പുതിയ ആളാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വന്നിങ്ങനെ ടെൻഷൻ, അത് നോക്കണം, സൂക്ഷിക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ 1-2 തവണ ഇങ്ങനെ കാണിച്ചു നോക്കി, ആ കറക്റ്റ് അളവ് എടുത്തു, റിഹേഴ്സലൊക്കെ പോയി കറക്റ്റ് ടേക്കിൽ കൃത്യമായി ചെയ്തു. പക്ഷേ സൗബിനിക്കാക്ക് ഈ പറഞ്ഞ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇതിങ്ങനെ വീശിയിട്ട് ഇത് നേരെ കറങ്ങി എൻ്റെ ഇവിടെ വന്നാണ് അടിക്കണത്. അപ്പോൾ അത് എനിക്ക് പരിക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് സംഭവിച്ചില്ല. അങ്ങനെ ആ സീനും അത്യാവശ്യം നന്നായി ചെയ്തു. അതിൻ്റെ അവസാനവും ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അടിച്ചിട്ടിട്ട് 2 ഡയലോഗ് പറയുന്നുണ്ട്. കമ്മട്ടിപ്പാടത്തെ പിള്ളേരെ തൊട്ട പന്നി പൂളിക്കളയും, പൂതിയാക്കി കളയും. പൂതി എന്ന് പറയുന്നത് ഇതിൽ പോയപ്പോൾ, സെൻസറിൽ പോയപ്പോൾ അത് മ്യൂട്ടടിച്ച് പോയി, കാരണം തെറിയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ സത്യത്തിൽ ഭൂതി ഇതുണ്ടല്ലോ, ഭസ്മമുണ്ടല്ലോ, ഭസ്മത്തിന് വിഭൂതി എന്ന് പറയില്ലേ, ആ അർത്ഥമാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആ ഡയലോഗ് എഴുതിയിട്ടുള്ളത് സേതുചേട്ടനാണ്.
സേതുചേട്ടനാണ് ഡയലോഗുകൾ എഴുതുക. അപ്പോൾ എന്നോട് ചോദിക്കാടാ അവിടെ എന്ത് പറയാൻ പറ്റും. അതേപോലെ രാജീവേട്ടനാണെങ്കിലും എടോ ഇങ്ങനെയാണ് സീന്, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്കൊരു കൊളോക്കിയൽ സാധനം എന്താ പറയാൻ പറ്റും. അപ്പോൾ സേതുചേട്ടനാണ് ഈ ഡയലോഗ് എഴുതുന്നത്. സേതുചേട്ടനും വരും. അപ്പോൾ സേതുചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ദേവന് ഇടിയും കൊണ്ട് ചമ്പുനാറി. ഈ ചമ്പുനാറി എന്ന് പറയുന്നത് കമ്മട്ടിപ്പാടത്തിന് മുമ്പ് ഒരു സിനിമയിലും ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം അത് തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങര ഭാഗത്തുള്ള തോപ്പിൽ പ്രദേശത്തുള്ള വളരെ നാടൻ പ്രയോഗമാണ്. ചമ്പാറി, ഉളച്ചമ്പാറി, തലക്കെട്ടടിക്കും, ആ മാറ എന്താളാന്നറിയോ, ഇതൊക്കെ അവിടുത്തെ ഞങ്ങളുടെ പ്രയോഗങ്ങളാണ്. അപ്പോൾ അത് ആണ് അവിടെ ചെയ്തത്. അതേപോലെ ഈ മാർക്കറ്റ് സീനിൽ ലാസ്റ്റ് ഈ പന്നി പൂതിയാക്കി കളയും എന്ന് പറഞ്ഞിട്ട് നടന്നു വരിക, അത്രയേ ഉള്ളൂ കമ്പോസ് ചെയ്യപ്പെട്ട സീൻ. അപ്പോൾ ഈ കാറിൻ്റെ അവിടെ കയ്യടിക്ക് നമ്മുടെ കാറിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ലേലം വിളിക്കുന്ന ആ ഇമ്പ്രവൈസേഷൻ ഉണ്ടായ പോലെ തന്നെ ഇത്രയും ഭയങ്കര ഹീറോയിസമൊക്കെ കാണിച്ചിട്ട് ഈ പിള്ളേരും വെറുതെ ഇങ്ങനെ നിൽക്കുന്നു, ഇയാളിങ്ങനെ വെറുതെ ഇവനോട് ഈ ഡയലോഗ് പറഞ്ഞ് ചുമ്മാ നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു തൃപ്തിക്കുറവ്. അത് മാത്രമല്ല, എൻ്റെ ചെറുപ്പം മുതലേ നമുക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഈ എന്നിലെ നടന് നിരന്തരം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലായിരിക്കൊന്നുമില്ല. അതും കൂടി ആയിരിക്കാം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായത്. അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ ഒരു ഇമ്പ്രവൈസേഷനാണ്. ഞാൻ രാജീവേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ട്, രാജേട്ടൻ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഇവന്മാർ ഒന്നും ചെയ്യാണ്ട് നിൽക്കാനുള്ള, അപ്പോൾ ഇവരോട് കയ്യടിക്കടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ രാജേട്ടൻ വന്നിട്ട് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചെയ്തു നോക്കാം, അങ്ങനെ ചെയ്തു നോക്കി. അത് ഓക്കെ പറഞ്ഞു. കയ്യടിക്കട എന്ന് പറയുന്ന ആ പ്രസൻറ്റേഷനിൽ എൻ്റെ നാടക പഠന കാലം, എൻ്റെ കൊച്ചിയിലെ ജീവിതം, എൻ്റെ തൃപ്പൂണിത്തുറയിലെ ബന്ധുവീട്ടുകളിലുള്ള ജീവിതം, എൻ്റെ കുത്തഴിഞ്ഞ മദ്യപാനം കൊണ്ട് ഞാൻ സ്വയം ചെളിയിലിറങ്ങിയ ജീവിതം, ലെനിൻ സാറിൻ്റെ അവിടെ ചെയ്ത തെറ്റിനും ചെയ്യാത്ത തെറ്റിനും അനുഭവിച്ച എന്താ പറയുക ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, ഇതെല്ലാം ഒരു സെക്കൻഡിൽ ഓടി വന്ന് എൻ്റെ എന്താ ഈ സൊസൈറ്റിയോട് പറയുന്നത് പോലെയുള്ളൊരു എൻ്റെ അടിവയറ്റിൽ നിന്ന് ജീവൻ എടുത്തുകൊണ്ട്, ശബ്ദം എടുത്തുകൊണ്ട് പറഞ്ഞ അത് ശരിക്കും അവിടെ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ എനർജിയുടെ അല്ലെങ്കിൽ ആ ഇമോഷൻ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ആ ഫസ്റ്റ് ടേക്കിൽ വന്ന ഈ ഇത്രയും ആലോചനയുടെ ഫലമായിട്ട് വന്ന ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ഞാനൊരു സ്ഥലത്ത് എത്തി, ഞാൻ ഇനിയെങ്കിലും എന്നെ എന്ന് പറയുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അല്ലെങ്കിൽ ഒരു വാശിയോടെ ഒരു യുദ്ധം ജയിച്ചിട്ട് നിൽക്കുന്നൊരു ആളെപ്പോലെയൊക്കെ പറയുന്ന കുറേ ഇത്രയും എന്താ പറയുക വലിയ കനത്തിലാണ് ഡയലോഗ് പറഞ്ഞത്. ഒരു 10 കിലോ 20 കിലോ ഒന്നല്ല, അതിൻ്റെ മേലെ വെയിറ്റ് ഇട്ടിട്ടാണ് ആ കയ്യടിക്കട എന്ന് അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് കയ്യടിപ്പിക്കണം എന്ന് തന്നെ കരുതി അത്രയും എനർജി എടുത്ത് പറഞ്ഞതാണ്. എൻ്റെ കൂടെ അഭിനയിച്ചവർ മനസ്സറിഞ്ഞ് കയ്യടിച്ചു. അത് തിയേറ്ററിൽ വന്നപ്പോഴും കണ്ട പ്രേക്ഷകനും കയ്യടിച്ചു. അങ്ങനെ മാർക്കറ്റിലെ സീൻ ചെയ്തു, ഭയങ്കര ഹാപ്പിയായി. രണ്ടാമത്തെ ഇമ്പ്രവൈസേഷനും വിജയകരമായി. എൻ്റെ അതുവരെയുള്ള ജീവിതത്തിൻ്റെ എന്താ പറയുക, എൻ്റെ വാശിയും വൈരാഗ്യമൊക്കെ ആ സീനിൽ ആ കഥാപാത്രത്തിൽ തീർക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് എൻ്റെ കുറേ വ്യക്തിപരമായ സങ്കടം, ദേഷ്യം, അമർഷം, എന്താ പറയുക, ഈ പറഞ്ഞ പരിപാടിയൊക്കെ ഈ ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ എനിക്ക് വെച്ച് വീക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴാണ് ആക്ടർ കൂടുതൽ ഹാപ്പി ആവുക. അതേപോലെ രാജീവേട്ടൻ്റെ എനിക്കൊരു ക്വാളിറ്റി തോന്നിയിട്ടുള്ളത്, ഒരാളെയും ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ് ആർട്ട് അല്ലെങ്കിൽ മേക്കപ്പ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഈ ജൂനിയേഴ്സിനെ വിളിക്കൂ എന്ന് പറയുന്നത്, മൈക്കിൽ ADസിനെ തെറി വിളിക്കുന്നത്, ലൈറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ബഹളങ്ങളുമില്ലാത്ത ഒരു സംവിധായകനുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ക്യാമറാമാനും സംവിധായകനും കാണാൻ കഴിയില്ല എന്ന് പറയുന്ന രീതിയിൽ, അതായത്
അവരുടെ പണിയെടുത്ത് കൃത്യമായിട്ട് അവർക്ക് വേണ്ട സമയത്ത് വരുന്നു, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് വളരെ സൗഹൃദമായിട്ട് തോളത്ത് കൈയിട്ടിട്ട് എടോ നമുക്കത് ഇങ്ങനെ ഇത് ചെയ്താൽ അത് മറ്റേത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് തനിക്ക് അത് ഇതറിയോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ റൂട്ടിലേക്ക് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവർ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ മാജിക് എന്ന് പറഞ്ഞത്. അവർക്ക് എന്താണോ വേണ്ടത് നമ്മളെ അവിടെ എത്തിക്കുക, നമ്മളായിട്ട് അത് ആലോചിച്ച് അത് പറയുക എന്നുള്ള ഒരു ടെക്നിക്ക്, അത് എന്താ പറയുക, ഒരു മികച്ച പരിപാടിയായിട്ടും ഒരു അത്ഭുതമായിട്ടൊക്കെ ഞാൻ വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ പേര് രാജുവേട്ടന് അറിയാം എന്നുള്ളതാണ്. എല്ലാവരെയും പേരെടുത്ത് വിളിക്കുമ്പോൾ തന്നെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു കപ്പിത്താൻ, നമ്മുടെ ഡയറക്ടർ നമ്മളെ പേരെടുത്ത് വിളിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി കമൻട്രി പാടത്തിന് ശേഷമാണെങ്കിലും രാജുവേട്ടൻ ആരെയും എടാന്ന് വിളിച്ച് കണ്ടിട്ടില്ല. അത് പപ്പുച്ചേട്ടനെ വിളിക്കുമായിരുന്നു. അതേപോലെ അത്രയും രാജുവേട്ടന് ബന്ധമുള്ള ഒരാൾ അല്ലെങ്കിൽ അവകാശപ്പെട്ട ഒരാളെയാണ് എടാ എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ കിട്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എടോ താനതൊന്ന് ചെയ്യാൻ പറ്റുമോ, താനെപ്പോഴാണ് തന്നെ, ഇങ്ങനെയൊക്കെ ഈ താൻ, എടോ, അങ്ങനത്തെ വാക്കുകളാണ് കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. എടാന്ന് വിളിക്കുന്നപ്പോൾ ശുചിത്വമായിട്ടൊക്കെ ആ ഒരു ബന്ധം ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് രാജീവേട്ടൻ എന്നെ ആ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു എൻട്രി കിട്ടി. ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ എടാ നീ ഇപ്പോൾ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ എന്നെ എടാന്ന് വിളിക്കുന്ന, ഒരാൾ എന്നെ എടാന്ന് വിളിച്ചിട്ട് ഞാൻ അത്രമാത്രം സന്തോഷം, എന്തോ ഒരു വലിയൊരു അംഗീകാരം കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളത് രാജീവേട്ടൻ എന്നെ ഏതോ ഒരു സന്ദർഭത്തിൽ എടാന്ന് വിളിച്ചപ്പോഴാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പൊതുപരിപാടികൾക്കോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിനോ ഒന്നും അങ്ങനെ പോയിരിക്കുന്ന ഒരു പാറ്റേൺ രാജീവേട്ടനില്ല. അപ്പോൾ രാജീവേട്ടൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ രാജീവേട്ടന് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കുകയും, വേറെ ഒരു നടന്മാരോടും അങ്ങനെ രാജീവേട്ടനൊരു റിക്വസ്റ്റുമായിട്ട് പോകുക അല്ലെങ്കിൽ രാജീവേട്ടന് വേണ്ടിയിട്ട് ഒരു കാര്യം ഒരു നടനെ വിളിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും വരുമ്പോൾ എന്നെ വിളിക്കും, എടാ നീ ഇന്ന എന്താ പരിപാടി എവിടെയാണ്, ഇത് ഇങ്ങനൊരു ഇതുണ്ട്, ഒന്ന് പോയി കൊടുക്കാൻ പറ്റുമോ, ഇന്ന പോലെയാണോ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ പോയിരിക്കും. രാജുവേട്ടൻ പറഞ്ഞാൽ എൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. അപ്പോൾ അതൊക്കെ എനിക്ക് എന്താ പറയുക, വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വിനായകൻ ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ ആ സ്നേഹവും ബന്ധമൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നെ ഇപ്പോഴും ബാലാന്ന് തന്നെ വിളിക്കുന്നത്. പിന്നെ ഈ കോമൺ കാര്യങ്ങളാണ്. ഇതേപോലെ ഓരോ സീൻ ചെയ്യുമ്പോഴും വളരെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്നു. അത് ചെയ്തതിൻ്റെ സന്തോഷം, കയ്യടി, കാര്യങ്ങൾ എല്ലാവരും അപ്പോഴേ പറയാൻ തുടങ്ങി. ഈ പറഞ്ഞാൽ ഈ പടം കഴിഞ്ഞാൽ നീ ഓക്കെയാണ്, ലിഫ്റ്റിംഗ് ആണ്, ഒന്നും നോക്കാനില്ല. അത് എന്നോട് നേരിട്ട് ആദ്യം പറഞ്ഞ ആൾ വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് എൻ്റെ ആക്ടറാണ്. ലോകധർമ്മിയിൽ ആക്ടറല്ല, എൻ്റെ സീനിയറാണ്. ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. കർണഭാരത്തിൽ അദ്ദേഹം വിനയ് ഫോർട്ട് അഭിനയിക്കുന്ന സമയത്ത് ഞാനില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് കർണഭാരം അവിടെ റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ ഞാനതിൽ കോറസൊക്കെ നിൽക്കുന്നുണ്ട്. വിനയ് ഫോർട്ടിനെ അറിയാം, വിനയേട്ടൻ എന്നെ അറിയാം. അപ്പോൾ വിനയേട്ടൻ എന്നോട് പറഞ്ഞു, നീ പടം കഴിയുമ്പോൾ സെറ്റാണ്, ഇത് മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അതെനിക്ക് അവതരിപ്പിക്കാൻ അറിയില്ല, ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം പറയുന്നത്. പിന്നെ രാജീവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഏകദേശം എൻ്റെ പെർഫോമൻസ് ഏരിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ രാജീവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിക്കോളും എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, വരാൻ പോണുള്ളൂ പണി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അതിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരൊറ്റ പടം പെട്ടെന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പെടുന്ന പാട്, ഇപ്പോഴും ആ ബാലൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ പൊട്ടിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ പുതിയൊരു
പരിപാടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിള് അങ്ങനെ അതൊക്കെ ആയിരിക്കാം. പിന്നെ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന കുപ്പായം അത്ര എളുപ്പത്തിൽ ധരിക്കാൻ കഴിയുന്നതല്ല. അത് ധരിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പെടുന്ന പാട്, പൈസ കൈകാര്യം ചെയ്യുന്നത്, ഈ എന്താ പറയുക, നമ്മളുടെ ഈ സന്തോഷത്തെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതെല്ലാം ദീർഘവീക്ഷണത്തോട് കൂടിയാണ് അന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് നിൽക്കാൻ പോകുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഫാനാണ്, ഇഷ്ടമുള്ളൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ആകാംക്ഷയൊക്കെ മനസ്സിലുണ്ട്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സീൻ എന്ന് പറയുന്നത് കൃഷ്ണൻ ജയിലിൽ നിന്ന് വരുന്നു. അപ്പോൾ ബാലൻ വീടിൻ്റെ വരാന്തയിലിരുന്ന് കള്ളടിക്കുന്നു. മജീദ് മറ്റ് സംഘങ്ങളും ഒക്കെ കൂടി അവിടെ തലയിൽ കുപ്പി വയ്ക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ഗംഗയില്ല, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് അവിടെ ഇത് പാർട്ടി ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണൻ വരുന്നു. ബാലൻ ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ കൃഷ്ണനെ കണ്ട് ഉള്ള സ്നേഹം പ്രകടിപ്പിച്ച് കെട്ടിപ്പിടിച്ച്, മണിച്ചേട്ടാ നോക്കിയേ എൻ്റെ മുത്താണ്, സുന്ദരനായല്ലേ എന്നൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്. അതിലെ ആ എക്സൈറ്റ്മെൻറ്റ്, ആ സന്തോഷം, അതൊന്നും അഭിനയിച്ചതല്ലാതായിരുന്നു. അത് ആ സമയത്തുള്ള ആ ഫീലിനെ അങ്ങനെ തന്നെ എടുത്ത് എന്താ പറയുക, അപ്ലൈ ചെയ്തതാണ്. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഷോട്ടിലേക്ക് കയറുക. ഇത് ടേക്കിന് കുറച്ച് മുമ്പാണ് അദ്ദേഹം വന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ചിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ടേക്കാണ്. അപ്പോൾ അടുത്തത് നേരെ കയറി കെട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്. സത്യത്തിൽ നമുക്ക് ആ ഒരു മടി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഇൻറ്റിമസി ഇല്ലാതെ അങ്ങനെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ ആക്ടേഴ്സിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ പൂർണ്ണമായും ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ അതിലേക്ക് വേറെ ഒന്നിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഈ പറഞ്ഞ എക്സൈറ്റ്മെൻറ്റും ഈ സ്നേഹവും അതെല്ലാം എല്ലാം കൂടി അവിടെ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്തു. നേരെ കെട്ടിപ്പിടിച്ചു. ഈ പറഞ്ഞ ആ സീൻ അവതരിപ്പിച്ചു. അത് നല്ല രീതിയിൽ തന്നെ അധികം ഫസ്റ്റ് ടേക്കിൽ തന്നെ ആയി എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് പിന്നെ സംസാരിച്ചപ്പോൾ ആദ്യം തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ, ഒരു പുതിയ നടൻ എന്നുള്ളൊരു ആ ഒരു ഗ്യാപ്പില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ആ ഫ്രീഡം തരികയും നമ്മളെ ഈ പറഞ്ഞ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെയും അവിടെ അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുകയും ഈ പറഞ്ഞ തമാശകളിലൊക്കെ നമ്മളെയും കൂട്ടുകയും, വിനായകൻ ചേട്ടനും ദുൽഖർ ഇരിക്കുമ്പോൾ ഞങ്ങളെയും അതിൽ എന്താ പറയുക, ഈ ആ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് വളരെയധികം ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, നാടകം അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് അതൊക്കെ ചോദിച്ചു. പിന്നെ ഓരോ സീനുകൾ ചെയ്യുമ്പോഴും പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് മറക്കാൻ കഴിയാത്തത് ഒരു സീൻ, എൻ്റെ ഈ ഇടിപിടുത്തം അല്ലെങ്കിൽ ചെറിയ ഒരു പ്രണയം സാരി കൊടുക്കുന്ന റോസമ്മയ്ക്ക് സാരി കൊടുത്തിട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പല്ലിൻ്റെ കേസ് പറഞ്ഞല്ലോ, പല്ല് വെച്ചാൽ ഭംഗി പോകുമെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പിന്നീട് ഈ പല്ലുമായിട്ട് അടുത്ത് കഴിഞ്ഞ് ഈ പല്ല് വയ്ക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി ഉള്ളതുപോലെ ആ പല്ല് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഒരു കാമുകനായി മാറി. ഒരു സീനിൽ സാരി കൊടുത്തിട്ട് വരുമ്പോൾ ഒരു നാണത്തോടെ ചിരിക്കേണ്ട ഒരു സീനുണ്ട്. ആ ചിരിക്ക് തിയേറ്ററിൽ കയ്യടി കിട്ടുകയും സൗബിക വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ആ നാണം വന്നിട്ടുള്ളൊരു ചിരിയില്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ മധുച്ചേട്ടനാണ്. മധുച്ചേട്ടൻ ഈ ഞാൻ സാരി കൊടുത്ത് തിരിച്ചിങ്ങനെ വരുമ്പോൾ ഈ കൃഷ്ണനെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കണം. അപ്പോൾ മധുച്ചേട്ടൻ ഇങ്ങനെ ക്യാമറയുടെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട്
ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നാണം വന്നു. ഈ അടിവയറ്റിൽ നിന്നൊരു നാണം വന്നു. ഒരു എന്താ ബട്ടർഫ്ലൈ മൂഡ് എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന അത് ആ സ്ക്രീനിൽ ശരിക്കും അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു സീനായിരുന്നു, നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് മദ്യപിക്കുന്നു. വേണുചേട്ടനും, അതായത് വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ വേണുചേട്ടനും കൃഷ്ണനും കൂടി വണ്ടി റെഡിയാക്കിയിട്ട് വരുന്നു. അപ്പോൾ ബാലൻ ചേട്ടൻ നല്ല ഫിറ്റാണ്, ഫിറ്റും പുറത്തിരിക്കുന്നു. അപ്പോൾ ഒരു സെൻറ്റി ഡയലോഗുണ്ട്, കാരണം അച്ചാച്ചൻ്റെയും കാരണന്മാരുടെയൊക്കെ പ്രാക്കായിരിക്കും, കണ്ടില്ലേ ചത്ത് കഴിഞ്ഞാൽ കൊള്ളി വയ്ക്കാനൊരു കൊച്ചു പോലും ഇല്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് ഈ സെൻറ്റി ഉപയോഗിക്കാനായിട്ടുള്ളൊരു മെത്തേഡ് കയ്യിലുണ്ട്. അപ്പോൾ ആ മെത്തേഡ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടി അച്ചാച്ചൻ്റെയും കാരണന്മാരുടെയൊക്കെ പ്രാക്കായിരിക്കും ഇവിടെ, കണ്ടില്ലേ കൊള്ളി വയ്ക്കാനൊരു കൊച്ചു പോലും ഇല്ല. ഇതാണ് ഫസ്റ്റ് അവതരിപ്പിക്കപ്പെട്ടത്, ഞാൻ അവതരിപ്പിച്ചത്. രാജുവേട്ടൻ അപ്പം തന്നെ അടുത്തേക്ക് വന്നു, മണി വേണ്ട അങ്ങനെ നമുക്കൊന്ന് ഇങ്ങനെ ചെയ്തു നോക്കാം, ആ കുളത്തിൻ്റെ അപ്പുറേ ഒരു ചെടി എന്താ കാണണമെന്ന് വെച്ചു. അപ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നോക്കാൻ പറഞ്ഞു. അതിലേക്ക് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ നോക്കിയാൽ, എന്നിട്ട് പതുക്കെ ഡയലോഗ് പറയണം എന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. പതുക്കെ പറഞ്ഞാൽ, വേറെ പ്രത്യേകിച്ച് ഒന്നും ബലം കൊടുക്കണ്ട, അവിടെ തന്നെ നോക്കുക, കണ്ണനക്കണ്ട. കണ്ടില്ലേ കൊച്ചുട്ടി അച്ചാച്ചൻ്റെയും കാരണന്മാരുടെയൊക്കെ പ്രാക്ക, ചത്ത് കഴിഞ്ഞാൽ കൊള്ളി വയ്ക്കാനൊരു കൊച്ചു പോലുമില്ല. നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങിയടാ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫീല് അത് തന്നെ വല്ലാതെ ഈ മെത്തേഡ് ആക്ടിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നാച്ചുറൽ അല്ലെങ്കിൽ ഡ്രാമാറ്റിക് എന്നൊക്കെ പറയുന്ന ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് കൂടുതൽ അതിൻ്റെ പ്രാക്ടീസുകളൊക്കെ തിയേറ്റർ ലാബിലും അല്ലെങ്കിൽ പല നാടക വർക്ക്ഷോപ്പുകളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമയിൽ ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, അതിൻ്റെ ഗുണം മനസ്സിലാക്കുന്നത് ഈ സീൻ ചെയ്യുമ്പോഴാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു ഒരു മെത്തേഡ് മനസ്സിലായത്. അല്ലെങ്കിൽ നമുക്ക് ആ പ്രേരണ ഉണ്ടാവണം, ഒരു കാര്യം പറയാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം. അത് ആലോചിക്കുകയാണ് ആ കാലഘട്ടം, അല്ലെങ്കിൽ ഇയാളുടെ കുറ്റബോധത്തെക്കുറിച്ച് ഇയാൾ ആലോചിക്കുന്നതാണ് അവിടെ നോക്കിയിരിക്കുന്നത്. അല്ലാതെ ആ ചെടി നോക്കി നിന്നിട്ട് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല, ഈ ആലോചനയാണ് പോകേണ്ടത്, കണ്ടില്ലേ എന്ന് പറയുന്ന. അപ്പോൾ അതെന്നെ ഭയങ്കര, ഞാൻ കുറിച്ച് വെച്ചിരിക്കുന്ന സീനുകളിൽ ഒന്നാണ് കമ്മട്ടിപ്പടത്തിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. അതും പിന്നെ ഈ പറഞ്ഞ സാരി കൊടുത്തിട്ട് വരുന്ന ആ ഒരു പ്രണയം, അത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചിലത് ചെയ്യുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇന്നതായിരിക്കും റിസൾട്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ, അല്ലെങ്കിൽ ഒരു മുൻകൂർ ധാരണയൊക്കെ ഉണ്ടാവും, മുൻകൂട്ടി ഒരു ധാരണയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ റോസമ്മേനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ പേടിയുണ്ട്. അമ്മ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അമ്മ കയറ്റുമോ, അമ്മ ഇറക്കി വിടുമോ, ഇയാൾ ഗുണ്ടയാണ്, വലിയ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇയാളുടെ ഉള്ളിൽ ഒരു സത്യസന്ധനുണ്ട്, ഒരു ചേട്ടനുണ്ട്, ഒരു മകനുണ്ട്, ഒരു കാമുകനുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വികാരങ്ങളുള്ള ഒരു പച്ച മനുഷ്യനാണ് ബാലൻ എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിരുന്നു. അങ്ങനത്തെ കഥാപാത്രത്തെ കിട്ടുക ഭയങ്കര പാടാണ്. അപ്പോൾ ഈ റോസമ്മേനെ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ മജീദ്, കൃഷ്ണൻ, അതേപോലെ അബു, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പുറകെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബാഗും പിടിച്ച് ഇവളെ പിടിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നു. വീടെടുക്കാറായപ്പോൾ ചോദിച്ചു, പുറകെ ഉണ്ടല്ലോ അല്ലേ, വെറുതെ ചോദിച്ചതാണ്. അതിന് ഒരു രീതിയിലുള്ള പ്രതീക്ഷയോ ഒന്നുമില്ല. പക്ഷേ തിയേറ്ററിൽ ആ സിനിമ കാണുമ്പോൾ ആ ചോദ്യത്തിന് ഭയങ്കരമായ ചിരി കിട്ടി. അപ്പോൾ അതൊരു അനുഭവമായിരുന്നു. അതായത് നമ്മൾ പ്രേക്ഷകനെ എങ്ങനെ എടുക്കും എന്നുള്ള വിലയിരുത്തലുകൾ ഒക്കെ പലപ്പോഴും തെറ്റിപ്പോവും. നമ്മൾ ഭയങ്കര പെർഫോമൻസായിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കയ്യടി കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നിടത്ത് അത് എങ്ങും തൊടാതെ ഫ്ലാറ്റായിട്ട് ചിലപ്പോൾ സംഭവിച്ചങ്ങ് പോവും. സിനിമ സംവിധായകൻ അല്ലെങ്കിൽ എഡിറ്റർ, ക്യാമറാമാൻ,
ടെക്നീഷ്യൻ്റെ ആണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആക്ടർ ഒരു ടൂള് മാത്രമാണ്. അപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സാധനങ്ങളെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ അത് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി അത് പ്രസൻറ്റ് ചെയ്യുന്നത് അവരുടെ കയ്യിലാണ്. അപ്പോൾ അത് അത്തരം കുറച്ച് അറിവുകൾ ഈ ആദ്യ സിനിമയിൽ ഉണ്ടായി. വീട്ടിൽ പോക്കും വീട്ടിലെ കാര്യങ്ങളും ഉണ്ട്. വീട്ടിൽ അപ്പോഴും വീട്ടിലാരും ഈ പറഞ്ഞ പോലെ ആരും ഹാപ്പി ആയിട്ടില്ല. അവസരം കിട്ടി, ഓക്കെ, എന്തോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പല സിനിമകളിലും. അപ്പം എൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുന്നില്ല. നാട്ടുകാർക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും വീട്ടിൽ പ്രശ്നക്കാരൻ തന്നെയായിരുന്നു. അപ്പോൾ സന്തോഷം വന്നാലും പ്രശ്നമാണ്, സങ്കടം വന്നാലും പ്രശ്നമാണ്. സന്തോഷം വന്നാലും കുടിക്കും, സങ്കടം വന്നാലും കുടിക്കും, ചന്ദ്രൻ ഉദിച്ചാലും കുടിക്കും, ഉദിച്ചില്ലെങ്കിലും കുടിക്കും എന്ന് പറയണ അമരത്തിൽ പറയുന്ന ഡയലോഗ് പോലെയാണ്. ഇതെങ്ങനെയാണെങ്കിലും അവസാനം ഭ്രാന്തിലാണ് വന്ന് തീരുന്നത്.